ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിലുള്ള പിള്ളേരൊക്കെ പാടതാ ഒരു റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാൻ വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇൻട്രോ എടുക്കുന്നത് റിസോർട്ടിൽ വെച്ചിട്ടാണ്. കാരണം വരുമ്പോൾ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലടിക്കൊണ്ടതാ ഇൻട്രോ എടുത്തോണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം കേട്ടോ, സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ചെക്കന്മാരെല്ലാം കൂടി ട്രിപ്പ് പോകണം. ഓക്കെ, പിന്നെ എല്ലാവരും എത്തിയോ സാർ? അപ്പോൾ നമ്മൾ ഇന്ന് പുറപ്പെടാൻ നിൽക്കണ്ട, വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാൻ നിൽക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഒച്ചുണ്ടാക്കാനോ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പുറപ്പെടും. നിസ്കാരം കഴിഞ്ഞേ ഡീസലൊക്കെ ഫുൾ ബ്രേക്കിലേ. സൈമോനെ, അപ്പോൾ എപ്പോൾ പുറപ്പെടും നമ്മൾ വണ്ടി? ഓക്കെ, പുസ്തകം റെഡി അല്ലേ? ഇനീഷ സെറ്റല്ലേ? തമർത്തു നമ്മള്. അപ്പൊ എല്ലാവരും റെഡി ഉണ്ടാവും. ഇനിയിപ്പോ ബസ്സും കൂടി വന്നാൽ മതി, നമ്മൾ ട്രിപ്പ് പോകാനുള്ള ബസ്സും കൂടി വന്നാൽ മതി. പാട്ടൊക്കെ റെഡിയാണ്. ഇതെങ്ങനെയാണ് പോണതിന് മുന്നുള്ളേ? ചെക്കന്മാര് വയലന്റ് ആവണ്ടിട്ടാ. ബസ് എത്താഞ്ഞിട്ട് വയലന്റ് ആവണ്ട്. ബസ് എത്താഞ്ഞിട്ട് വയലന്റ് ആവണ്ടിട്ട് വയലന്റ് ആവണ്ട്. എല്ലാരും ബസ് കയറിട്ടോ, കയറി കയറി. 6 എണ്ണിക്കോ. 8 ഓക്കെ, അപ്പൊ നമ്മള് ബസ് കേട്ടോ ഫുള്ള്. പുഷ്പാക്കല്ല ബസ് പുഷ്പാക്കല്ലട്ടാ. എല്ലാരും എത്തിയാ പോവല്ലേ? ഉനൈസ കൈയെടുത്താ എല്ലാരും കാണിയാ. നോക്കല്ലേ, എല്ലാരും സെറ്റല്ലേ? അപ്പോ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മാറിക്കാ സൽമാനെ, പൂമ്പാറ്റക്കുള്ള ബസ്സാണ്. നമുക്ക് പൂമ്പാറ്റക്കുള്ള ബസ്സാണ്. വൈബ് കൂടി കരന്റെ സീലിംഗ് ഒക്കെ ചെയ്താൽ മതി. ഫുൾ ഡാൻസ് ആട്ടാ. ബസ്സിനെ പിടിച്ചു കേട്ടാ. നമ്മൾ ഊട്ടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ബസ്സിൽ അടിപൊളി വൈബിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ ബസ്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പം ഞങ്ങള് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിക്കോളി. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്ടാ. ഇതാണിപ്പോൾ നമ്മള് ഹോട്ടൽ അമീൻ ഫാസ്റ്റ് ഫുഡ് കടയിലാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, മുസ്തഫ കൈ ആക്കിയിട്ട് ഞാൻ വരി. പോയിരിക്കേ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഞങ്ങള്. ഓക്കെ, ടൂറിപ്പോൾ ഞങ്ങള് മലപ്പുറം സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചേരി കഴിഞ്ഞ്. ഉനൈസാണ് മെയിൻ കേട്ടാ. ഗൈഡ് ഉനൈസാണ്. ചൂടുള്ള മുട്ടറോസ്റ്റ് പൊറാട്ട വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മള് മുട്ടറോസ്റ്റാണ്, പൊറാട്ട മുട്ടറോസ്റ്റാണ് രാവിലത്തെ ഫുഡ്. ഓക്കെ, അപ്പോ നിമിഷ ഫുഡ് കഴിക്കട്ടോ, ഇരിക്കട്ടോ, ക്ഷീണിക്കാത്തിട്ടോ. ഓക്കെ അല്ലേ? ഫുഡ് ഓർഡർ ചെയ്തില്ലേ? അൺലിമിറ്റഡ് ഫുഡാണ്. പാക്കേജിൽ അങ്ങനെയാണ് ഉൾപ്പെടുത്തിയത് നമ്മൾ. പക്ഷേ കോഴിമുട്ട അൺലിമിറ്റഡ് ചെയ്യാം കേട്ടോ. മുട്ടറോസ്റ്റ് പൊറോട്ട, മുട്ടക്കറിയും മുട്ടറോസ്റ്റും കൂടി മിക്സ് ചെയ്തെടുക്കട്ടോ. കാരണം ഇവിടെ കൂടുതൽ മുട്ടറോസ്റ്റാണ്. അപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ്. ആണ്ട് മുട്ടകളാണ്ട് മാറ്റുക. അങ്ങനെ രാവിലത്തെ ഫുഡ് എല്ലാവരും കൂടി കഴിച്ചതിന് ശേഷം നമ്മളിനി നേരെ പോണത് എന്താണെന്ന് വെച്ചാൽ തുഷാരഗിരി വാട്ടർഫോൾസ് കണ്ടോ. അപ്പോൾ വീണ്ടും ഭക്ഷണം കഴിച്ച് ബസ് കയറി.
അങ്ങനെ നമ്മളിപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മിനി വെള്ളച്ചാട്ടമാണ് ഇട്ടത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി കുറച്ച് നടക്കാണ്ട്. ഇവിടെ നമ്മൾ കുളിക്കും. തണുപ്പുണ്ടാ? അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ രക്ഷതാ നമ്മൾ നേരെ ഇനി പോണത് വയനാട്ട് റിസോർട്ട് കണ്ടോ. വേറെ ഡെസ്റ്റിനേഷനും നമ്മൾ കാണില്ല, നമ്മൾ നേരെ റിസോർട്ട് പോവുക. അവിടുത്തെ ഒരു എൻ്റർടൈനിങ്, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അഫ്സൽ ഇതാ ഒന്നൻ്റെ കയറ്റി പോകണ്ടിട്ടാ. എടാ അഫ്സല ரொம்ப പർച്ചേസിങ്. അങ്ങനെ നമ്മൾ രാത്രിക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നെസ്റ്റോയിൽ ഇറങ്ങിയതാണ്. സെറ്റല്ലേ അങ്ങനെ റിസോർട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണ്ട. സംഭവം എന്താ വെച്ചാൽ നെയ്ച്ചോറും കബാബുമാണ് നമ്മളെ പ്ലാനിലിതാ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇതാ എല്ലാവരും എല്ലാ ഭാഗത്തും നടന്നിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇതാ പർച്ചേസ് ചെയ്ത് കൊടുക്കുക. കോഴിമുട്ടയും നൂഡിൽസും എല്ലാവിധ സാധനങ്ങളും. അപ്പം ഇന്ന് ലബിന് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്, കാണാം. കാര്യമായിട്ടല്ല, ഇന്ന് രാത്രി ലേസാണ് ഇതുകൊണ്ട് ഷെബീറിന്. ലേസ് കഴിക്കുക, അഫ്സൽ കഴിക്കുക ഒക്കെ ലേസാണ്. അപ്പം നെക്സ്റ്റ് ഒന്ന് ഇങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരണ്ട. ഓക്കെ കേട്ടോ, ഫുള്ള് പർച്ചേസിങ്. നമ്മുടെ രാത്രിക്കുള്ള ഫുഡിനുള്ള ഐറ്റംസുകളൊക്കെ ഇതാ ഫുൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ റെഡി അല്ലേ? കോഴിമുട്ടൻ്റെ മേലെ ഇടല്ലേ കേട്ടോ. ഒക്കെ അതിൻ്റെ റെഡിക്കാക്കി ഒന്നടി എന്തായാലും കൊടുത്തോർക്ക് ഇനി അക്ഷയ ഒന്നടി കൊടുത്തോട്ടാ മതി. ഇതെന്താ ചിക്കനോ? പൊളിക്കും, ഇതൊരു കൊടുത്ത മുടി. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ എത്തിക്കണം. കൽപ്പറ്റ ഒരു സാധാ ഹോട്ടലിൽ കയറി കിട്ടാം. അങ്ങനെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് സാധാ ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ചാൽ നമ്മളെ റിസോർട്ടുകൾ പോക്കണ്ട. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും ചെറിയ ഉച്ചമയക്കത്തിൽ ഇങ്ങനെ കിടന്നുകൊടുക്കുക. ഒക്കെ ഫുഡ് കഴിച്ച് മയങ്ങി കിടക്കട്ടോ. റിസോർട്ടിലേക്ക് എത്താനായിക്കണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് പോവാണ് കേട്ടാ. തൂക്കുപാലത്തുമ്മ കൂടി പോവാണ്. അവിടുന്ന് ഇങ്ങോട്ട് കേറാൻ ഇതാണ് നമ്മളെ റിസോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ ഇതാ ചെക്കന്മാർ ബാഡ്മിൻ്റനൊക്കെ കളിച്ചോണ്ട് കേട്ടോ. ചെക്കന്മാരിങ്ങനെ അതിനൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇനിയൊരു പ്ലാന്റേഷൻ റിസോർട്ടാണിത്. ഓക്കെ, പിന്നെ പൂളതാ, പൂള് കുളിക്കുന്നുണ്ട് നമ്മളെ പൂള്. ഓക്കെ, ഇതാണ് നമ്മളെ പൂള്. നമ്മളെ പൂളിലിതാ കുളി തുടങ്ങിയിട്ടാ. ഇനി പൂളിൽ കുളി. ഓക്കെ, നമ്മൾ പൂളിൻ്റെ സൈഡ് ഇതൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കൂടി പൂളിൽ 2 റൗണ്ട് കുന്താനൊക്കെ ഇട്ടുകൊണ്ട് ഇത് അടിച്ച് പൊളിച്ചതിന് ശേഷം വൈകുന്നേരത്തിലുള്ള ഫുഡ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മേലക്കിട്ട് പോകുന്നതാണ് കിച്ചണിക്ക്. അങ്ങനെ ഇതാ അവിടെ വന്നിട്ട് ഷഫ്സിലൊക്കെ ഇതാ കബാബ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നെയ്ച്ചോർക്ക് ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുക. നെയ്ച്ചോറ് ഉള്ളി എടുക്കുക. ഇനി സെറ്റല്ല, ഇതൊരു പുടുത്തം കുടിക്കും അല്ല.
ഓക്കെ സെറ്റല്ലേ ചിക്കൻ കൊണ്ടൊക്കെ ഓക്കെ. അപ്പോൾ തകർത്തിയിട്ട് നെയ്ച്ചോറിന് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ അങ്ങനെ ഉണ്ടെങ്കിലും മുസ്തഫ ചായ അങ്ങനെ ഇപ്പോൾ നെയ്ച്ചോറിനുള്ളതാ വെള്ളം വെച്ച് റെഡി ആയിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നെയ്ച്ചോറാവണം, ചിക്കനാവണം. ഇനിഷേ അമർത്തും പൊളിക്കും. നെയ്ച്ചോറ് ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓംപ്ലേറ്റ് അടിച്ചുകൊണ്ട് നിൽക്കട്ടോ. നെയ്ച്ചോറ് ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഓംപ്ലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓംപ്ലേറ്റ് ആയിക്കോട്ടോ. ഓംപ്ലേറ്റ് സലാഡ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് സദ്യ പരിപാടി. നമ്മുടെ കബാബ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കബാബ് ആൽബൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഇതാ നമ്മളെ കബാബിനുള്ള തീ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാൻ ചുട്ടാ മതി. റെഡി മജ. ക്യാമ്പ് ഫയറിന് തിരി കൊളുത്തിയിരിക്കണ്. ഇനി ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പരിപാടി. റെഡി അല്ല പകത്തൂല. ഇവിടെ ഷട്ടിലടിക്കണു ഉനീസ്. കളി ഒന്നും നിശ്ചയം എന്നാലും കളിക്കുന്നുണ്ട് ഉനീസ്. നിസ നെയ് അങ്ങനെ ഒരു സൈഡിലിതാ കണലായിക്കൊണ്ടിരിക്കണ്. ഓക്കെ ചലോ കത്തിയില്ല സെറ്റ്. എല്ലാരും ഉണ്ട് കേട്ടോ. കേട്ടോ അതാ ഒരു വെറുതെ ഷട്ടിൽ അടിച്ചോണ്ട് നടക്കുക അനീസ്. ചില നമ്മളെ അൽഫാം ഇത് റെഡി ആയിക്കൊണ്ട് കിട്ടാം. റെഡി അല്ലേ? ക്യാമ്പ് ഫയർ തെറ്റാണ്. ക്യാമ്പ് ഫയർ അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഒരു വൈബ് മൂഡിൽ ഇതാ നൈറ്റിൽ ചെറിയൊരു തണുപ്പ്. അങ്ങനെ അതിൽ ചെറിയ ഡാൻസും അങ്ങനെ പൂളിൽ വീണ്ടും കുളിച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലത്തെ കാണാം. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകട്ടോ. ഓക്കെ, റൂം വെക്കേറ്റ് ചെയ്യാൻ പോകണം നീഷ. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ പോകാൻ നിൽക്കാം. അടുത്ത വെക്കേഷൻ ഇതാ ഫോട്ടോ പിടിച്ചെടുക്കണേ. സൗണ്ടൊക്കെ നല്ല പൂളിൽ കളിച്ചാകെ പോയി. ഓക്കെ, ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ വ്യൂ. അപ്പുറത്ത് കൂടി ഒരു പുഴ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ആ തൂക്കുപാല ഹൈലൈറ്റ് ആണ്. കാരണം നല്ല ആട്ടാടികാണ്ട് വരും. ഇതിൽ കൂടി വേണം നമ്മൾ റിസോർട്ടിൽ എത്താൻ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജയ്സലിന്റെ ഡ്രസ് നോക്കി. ജയ്സലിന്റെ ഡ്രസ് മുസ്തഫ കണ്ടിട്ടാ. നമ്മൾ റിസോർട്ട് വെക്കേറ്റ് ചെയ്യാൻ പോണ്. പൂളവിടെ നമ്മളെ. ഈ തൂക്കുപാലം കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്ത് കടക്കാൻ. പിന്നെ ഊഞ്ഞാലുണ്ട്. ഫുള്ള് ആ ഒരു വൈബുള്ള റിസോർട്ട്. ഓക്കെ, പക്ഷേ ഇനി അടുത്ത വെക്കേഷൻ നമുക്ക് വേറെ സെറ്റാക്കാം. സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടില്ല? ടൂറ് കഴിച്ചില്ല? അടിപൊളിയില്ലേ? ലാസ്റ്റ് ഫൈനൽ ആട്ടത്തിലാണ് മുസ്തഫ. ടൂർ സാറായില്ലേ? അടിപൊളിയില്ലേ? നമ്മളെ റിസോർട്ടിനോട് വിട പറയാൻ പോകട്ടോ. ഓക്കെ, റിസോർട്ടിനോട് വിട പറയണം അഫ്സലേ. ജയ്സൽ നോക്കി ഫ്രീക്ക് മുസ്തഫനൊക്കെ ഉണങ്ങിയില്ല.
അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് കൽപ്പത്തെത്തിയപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അൽഡ്രീമിൽ നിർത്തിയാണ് നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ച് കണ്ടാ എന്നിട്ട് പോകുന്നത്. അങ്ങനെ പോണ ഉസാറി കേട്ടാ ബസ്സൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഇരുത്തം ആ പോണ ഉസാർ എന്തായാലും കിട്ടില്ലല്ലോ വരുമ്പേ. അങ്ങനെ പെരിയിലെത്താൻ നേരത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ടൂറ് കഴിയാനേക്കുന്നു മാനക ഡാൻസ് കളിച്ചോളിന്ന്. അങ്ങനെ എന്താ ലാസ്റ്റ് അടിച്ചാണ്ട് പൊളിച്ച് ബസ്സിൽ നിന്നിട്ട് അങ്ങനെ നമ്മൾ ടൂറണ്ട് കഴിഞ്ഞു.